have a look at this next question. Find the resultant of the three vectors shown in the figure. ഇവിടെ മൂന്ന് വെക്ടർ ഉണ്ട് അല്ലേ? സങ്കല്പിക്കുക ഇത് എ ബാർ ആണ്, ദിസ് ഈസ് ബി ബാർ ആൻഡ് ദിസ് ഈസ് സി ബാർ. അപ്പോൾ ഈ മൂന്ന് വെക്ടേഴ്സിന്റെ കൂടെ റിസൾട്ടന്റ് നമുക്ക് വേണം. അപ്പോൾ നമുക്കറിയാം എ ബാർ ബി ബാർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടൂലേ? ദിസ് എ ബാർ പ്ലസ് ബി ബാർ അല്ലേ? അതിൻ്റെ കൂടെ സി ബാർ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എന്ത്, ഇവിടുന്ന് ഇതിന്റെ ഹെഡിലേക്ക് വരയ്ക്കുന്നതല്ലേ? എ ബാർ പ്ലസ് ബി ബാറിന്റെ കൂടെ സി ബാർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ കിട്ടൂലേ? അതെന്തായിരിക്കും? ഇതല്ലേ വരിക? ഇതാണ് എന്ത്, എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനാദ്യം നമുക്ക് മൂന്നിനെയും കമ്പോണൻസ് എടുത്ത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം ആക്സിസ് വരയ്ക്കുന്നുണ്ട്. ആദ്യം നമുക്കറിയാം 5 മീറ്റർ എന്നുള്ള വെക്ടർ, 5 മീറ്റർ എന്നുള്ള വെക്ടർ ഉണ്ട്, 37 ഡിഗ്രി ആണ്. അപ്പോൾ അതിൻ്റെ എന്ത് രണ്ട് കോമ്പണന്റ് ഉണ്ടാവില്ലേ? ഒന്ന് എക്സ് കോമ്പണന്റ് ഉണ്ടാവും. ഓക്കെ, അത് എത്രയാണ്? 5 cos 37 അല്ലേ? അടുത്തതോ വൈ കോമ്പണന്റ് ഉണ്ടാവും. അത് എത്രയാണ്? 5 sin 37. ഇതിൻ്റെ ഇത് കഴിഞ്ഞു. അടുത്തത് 3 മീറ്ററിന്റെ കോമ്പണന്റ് കിട്ടണ്ടേ അടുത്ത വെക്ടറിന്റെ? അത് എത്ര ഉണ്ടാവുള്ളൂ? 3n അല്ലേ? അതും 3n ആയിരിക്കും. കാരണം ആംഗിൾ 0 അല്ലേ? എക്സ് ഡിറക്ഷനിൽ തന്നെയല്ലേ അതുള്ളത് ഓൾറെഡി. അപ്പോൾ രണ്ടാമത്തെ വെക്ടറിൻ്റെ അത് 3 തന്നെയാണ്. മൂന്നാമത്തെ വെക്ടർ നമുക്കറിയാം ഏതാണ്? ഈ 2 മീറ്റർ എന്നുള്ള ഈ വെക്ടറാണ്. അതിൻ്റെത് വൈ ഡിറക്ഷനിലല്ലേ 2 മീറ്റർ എന്നുള്ള വെക്ടർ. അപ്പോൾ നമുക്ക് കോമ്പണന്റ് ഫോമിൽ വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുള്ളൂ? 5 മീറ്റർ നമ്മൾ ഓൾറെഡി കോമ്പണൻസ് ആക്കിയില്ലേ അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? 1 2 രണ്ട് എക്സ് കോമ്പണന്റും 3 4 രണ്ട് വൈ കോമ്പണന്റും കിട്ടി അല്ലേ? അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കാം. എക്സ് കോമ്പണന്റ് 5 cos 37ഉം പ്ലസ് അതിൻ്റെ കൂടെ എന്ത് കൂടെ വരും? 3യും കൂടി വരും അല്ലേ? വൈ കോമ്പണന്റോ എന്ത് വരും? 2 വരും. ഇതൊക്കെ മീറ്റേഴ്സ് ആണ്. അതിൻ്റെ കൂടെ എന്ത് വരും? 5 sin 37ഉം വരും. ഓക്കെ, എന്താണ് 5 cos 37ന്റെ വാല്യൂ? 3.99 ആണ്. പിന്നെ 5 into sin 37 ഈക്വൽ ടു 3 തന്നെയാണ്, ഏകദേശം 3.00 ആണ്. അപ്പോൾ എന്താ നമുക്ക് ഫൈനൽ കിട്ടുക? 3.99 പ്ലസ് 3 6.99 എക്സിൽ വരും. വൈയിൽ എന്ത് വരും? വൈയിൽ 3 + 2 5 വരും അല്ലേ? നിങ്ങൾ ആലോചിക്കേണ്ട, ഞാൻ എന്താണ് ആദ്യം വൈ ഇവിടെ വരച്ചത് പിന്നെ വൈ ഇവിടെ വരച്ചത് അല്ലേ? അതൊന്നുമില്ല. ഒരു വെക്ടർ എവിടെ വെച്ചാലും പ്രശ്നമില്ല, അതിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും സെയിം ആയാൽ മതി. അത് നമ്മൾ ആദ്യം പഠിച്ചില്ലേ, ഇക്വാലൻസ് ഓഫ് വെക്ടേഴ്സ്, എങ്ങനെ രണ്ട് വെക്ടർ ഈക്വൽ ആവും എന്നുള്ളത്. ഈ വെക്ടറും ഈക്വൽ ആണ്. കാരണം ഇത് എന്താണ്, ഇതിന്റെ ഡയറക്ഷനും സെയിം ആണ്, മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് എന്താ വരിക? റിസൾട്ടന്റ് വിൽ ബി ദിസ്, റൈറ്റ്? ഇതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? √5 സ്ക്വയർ പ്ലസ് 6.99 സ്ക്വയർ. അത്ര വരിക? = 8.59 വരും. അതായത് സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ എൻ്റെ റിസൾട്ടന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാൽ റിസൾട്ടന്റ് കിട്ടുക എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ എന്നുള്ളത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 8.59. ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ ടാൻ ആൽഫ ഈക്വൽ ടു എത്രയാണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അതായത് 5/6.99. ഓക്കെ, ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 5/6.99. അത്ര വരാ അറിയോ? ആൽഫ ഈക്വൽ ടു 35.56 വരും. ഓക്കെ, അപ്പോൾ ആംഗിൾ എത്രയാണ്? 35.56. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് എന്താക്കുക, ഈ മൂന്ന് വെക്ടേഴ്സിന് കോമ്പണന്റ് ആക്കി മാറ്റി എക്സ് കോമ്പണന്റ് മാത്രം ആഡ് ചെയ്തു, പിന്നെ വൈ കോമ്പണന്റ് മാത്രം ആഡ് ചെയ്തു. അത് രണ്ടും ഇവിടെ സമ്മറൈസ് ചെയ്തു, എക്സ് കോമ്പണന്റ് വൈ കോമ്പണന്റ് മാത്രം സമ്മറൈസ് ചെയ്തു. എന്നിട്ട് അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു. അവസാനം അതിന്റെ ആംഗിളും കണ്ടുപിടിച്ചു. ഓക്കെ, ക്ലിയർ ആയില്ല എല്ലാവർക്കും?